ബേബി ഫ്രഷ്. വൈകുന്നേരം ആളുണ്ടാവുക? അയ്യോ അയ്യോ അയ്യോ. നാസർക്കാ, നിങ്ങൾ എത്ര കൊല്ലമായി ഈ പിന്നെ ഷോപ്പില്? ആ 3 വർഷം. ഞാൻ കണ്ടിട്ടില്ലല്ലോ 3 വർഷം. ഈ പത്തിരിയിലേ എന്തെല്ലാം ചേർക്കുക? ആ, പുഴുങ്ങല അരിയാ? കുതിർത്ത് അരച്ച് നല്ല കുഴമ്പ് രൂപത്തിലാക്കി കൊണ്ടുവന്ന്. കുഴമ്പ് എന്ന് പറഞ്ഞാൽ ഓരോ നാട്ടിലെയും ഭാഷ വ്യത്യാസം വരുമോ? നല്ല നൈസായി ചരച്ച് എന്നിട്ട് അതില് നമ്മള് പെരിഞ്ചീരക പിടിക്കാൻ ഈ ഉണ്ടല്ലേ ഉണ്ട, ഈ ഉണ്ട പിടിക്കാവുന്ന രൂപത്തിൽ അരിപ്പൊടിയാണ്. പെരിഞ്ചീരക, പെരിഞ്ചീരകം പിന്നെ സാദാ ജീരക. അല്ല, ഞാന് മുന്നേ എല്ലാം കണ്ടെന്ന് വെച്ചാല് പത്തിരിയില് നമ്മളെ അരച്ചെടുക്കൂലേ, അതിന്റെ കൂടെ തേങ്ങ കൂട്ടി അരക്കുന്നതാണ്. തേങ്ങ ഇല്ലല്ലോ, കിട്ടുന്നില്ലല്ലോ. ഇതാണ് കട. പഴംപൊരി, നാടൻ ഉണ്ടക്ക, അല്ലല്ലോ ബോണ്ട, നാടൻ ബോണ്ട, പത്തിരി. ഏതായാലും നാസർക്ക് ഉണ്ടാക്കുന്ന കാപ്പിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുടിക്കാറ്. അടിപൊളി കാപ്പിയാണ്. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയാലോ അടിപൊളി ചായ കുടിച്ചിന്. പക്ഷെ അവിടെ പശു ഉണ്ടാ വീട്ടില്. നല്ല അടിപൊളി ചായയാണ് ആ വൈക്ക്. വീട്ടിലാണ്. ഒരു പഴംപൊരി നല്ല കാപ്പി ഉണ്ടാവും. പെയിൻ്റടിച്ച് മൊഞ്ചാക്കിന് ഷോപ്പ്. കരിഞ്ഞ പോലത്തെ വേണ്ട. 3 കിലോ 100 രൂപയുടെ പഴം. ഇതാ പഴംപൊരി. 4 കിലോ 100 രൂപ, 3 കിലോ 100 രൂപ കിട്ടുന്ന പഴങ്ങളൊന്നും നമ്മൾ വയ്ക്കും. ഇതൊക്കെ പഴുത്ത പഴം മാത്രം. കടിച്ചു നോക്കട്ടെ, എന്ന് ചെല്ലാം പറയാം. മോശമില്ല. ഇന്നത്തെ പഴംപൊരിക്ക് മാവ് പുളിക്കുന്നില്ല. അടക്കം ഒരു മാവ് പുളിക്കലുണ്ട്. ഈ അടുപ്പിന്റെ ചുവട്ടിൽ കൊണ്ടുപോയി വെക്കും. പഴംപൊരിക്ക് എന്തെല്ലാം ചേർക്കത്? ഇനി